പിന്നെ ഈ രാത്രിയിലത്തെ ഭക്ഷണം നാക്കെ വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു. ഒരുമാതിരി വേഗാത്ത അരിയും കുഴമ്പ് പോലത്തെ കോഴിക്കറിയും. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഈ പച്ചക്കറി അരിയും ഒക്കെ കൂടെ ഒന്നിച്ചിട്ടാണോ പുഴുങ്ങുന്നത്? ജോലി എങ്ങ് തീർക്കാൻ? അയ്യോ, അതാ ഫ്രൈഡ് റൈസ്. എന്താ ഫ്രൈഡ് റൈസ്? എന്തു കുന്തോ. ഇത് വീട്ടിലോ മറ്റോ ആയിരുന്നെങ്കിൽ എന്റെ പപ്പൻ ചേട്ടൻ SI എടുത്ത് മുഖത്തോട്ടൊരു ഒറ്റ ഏറെറിഞ്ഞേന്. പാവം പിള്ളേര് ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ തിന്നാൻ പറ്റുള്ളൂ. പിള്ളേർക്ക് ഇഷ്ടമുള്ളത് ഇവിടെ ഉണ്ടാക്കാറുള്ളൂ. പിള്ളേരുടെ ഇഷ്ടം അനിഷ്ടം നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഇപ്പൊ ഞാനാ തീരുമാനിക്കുന്നത്. എന്നാ ഇനി അത് നടപ്പില്ല കേട്ടോ. പെണ്ണും പിള്ളേക്ക് എന്താ വേണ്ടത്? പെണ്ണും പിള്ളയോ? ഞാൻ ആരാണെന്നാ നിങ്ങളുടെ വിചാരം? പിള്ളേരുടെ സ്വന്തം അമ്മായിയാ. എന്നാ അമ്മായിക്ക് എന്താ വേണ്ടത്? വേണ്ടത് വേണ്ടപ്പ പറയും. പപ്പൻ ചേട്ടന് രാവിലെ പൊടിയരിക്കഞ്ഞും പയറ് പുഴുക്കും നിർബന്ധ. ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് രണ്ടാൾക്കും കോഴി ബിരിയാണി വേണം. അതിന്റെ കൂടെ നാരങ്ങ അച്ചാറ്, ഉള്ളി അരിഞ്ഞ് തൈരിലിട്ടത്, ചമ്മന്തി, പപ്പടം. എടി ക്ലാരേ, എന്താ അമ്മച്ചി? നിന്റെ കാര്യം ആലോചിക്കുമ്പോൾ അമ്മച്ചിക്ക് വിഷമം. എന്ത് വിഷമം? നിന്റെ കെട്ട് കഴിയുന്നതിന് മുമ്പ് മിക്കവാറും അമ്മച്ചി ജയിലിൽ പോണ്ടി വരും മോളെ. സർ, അനന്തം വക്കീൽ ഇന്ന് കോടതിയിൽ വന്നിട്ടുണ്ടോ? എന്തിനാ? ഒന്ന് കാണാനാ. വല്ല വക്കാലത്തും കൊടുക്കാനാ? കാണാനെന്താ വഴി? ചെല്ല് ചെല്ല്, അവിടെ ഉണ്ട്. കോടതി മുടിക്കിടന്ന് വയറക്കുന്ന കണ്ടു. സാർ, എങ്ങനെ സാർ, അനന്തം വക്കീലിന് കേസൊക്കെ ഉണ്ടോ? താൻ എവിടെ നിന്ന് വരിക? ഞാൻ ബോംബെയിലാ, കാലത്ത് വന്നതാണ്. ബോംബെയിൽ നിന്ന് ഇവിടം വരെ താൻ അനന്തം വക്കീലിന് വക്കാലത്ത് കൊടുക്കാൻ വന്നതല്ലേ? താൻ ആരാണെന്ന് എനിക്കറിയില്ല. എങ്കിലും മനുഷ്യത്വത്തിന്റെ പേര് പറയാ. അയാൾക്ക് വക്കാലത്ത് കൊടുത്ത താൻ കുടുങ്ങും, വാദി പ്രതിയാകും. അനന്തം വക്കീലിന്റെ പേര് ആര് പറഞ്ഞു തന്നത് എനിക്ക്? ഞാൻ അനന്തം വക്കീലിന്റെ മകനാണ്. താൻ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടൂ. തന്റെ പിടിപ്പീടുണ്ടല്ലേ എന്റെ അനിയൻ ഈ ഗതിയിലായത്. തങ്കപ്പ, ഒന്ന് പതുക്കെ പറ, ഞാൻ ഒരു വക്കീലാണ്. താൻ എവിടുത്തെ വക്കീലാടൂ? മൂന്നാം സാക്ഷിക്കും നാലാം സാക്ഷിക്കും പ്രതിയോടുള്ള വ്യക്തിവരാക്കും തെളിയിക്കാനുള്ള മൂടും സംഭവം തനിക്കാൻ ഓതി തന്നല്ലേ? അതിലൊരു വാക്കെങ്കിലും താൻ പറഞ്ഞോടൂ. അതുകൊണ്ടല്ലേ അവൻ ഈ ഗതി വന്നത്. തങ്കപ്പ, നമ്മൾ വിചാരിച്ച പോലല്ല. സാക്ഷികൾ വളരെ സ്ട്രോങ് ആയിരുന്നു. അത് മുഴുവൻ കള്ളസാക്ഷികളല്ലേടൂ? IPC 244 പ്രകാരം. താൻ മിണ്ടിപ്പോരുത്. തന്റെ IPC ഞാൻ കുറെ കേട്ടതാ. ഒടുക്കവന് പോലീസ് കൊണ്ടുപോയി. താൻ നശിച്ചു പോകത്തല്ലോ. തന്റെ ഓഫീസിന് മുമ്പിലേ ഞാൻ സത്യാഗ്രഹമായിരിക്കും, നോക്കിക്കോ. ആ, നീ വന്നോ? ഞാൻ ടെലഗ്രാം അയച്ചിട്ട് എത്ര ദിവസമായി ദിനകര? ടെലഗ്രാം അയക്കുമ്പോ അതിന്റെ കൂടെ വണ്ടിക്കൂലിക്കുള്ള പണവും കൂടി അയക്കണമായിരുന്നു. ബോംബെയിലെ മലയാളി സമാജക്കാർ പിരിവെടുത്തിട്ടാ ഒടുവിൽ എന്നെ ബസ് കയറ്റി വിട്ടത്. അപ്പൊ നിനക്ക് അവിടെ ജോലിയൊന്നുമില്ലായിരുന്നോ? ഞാനവിടെ ബോംബെ കളക്ടറായിരുന്നു. എന്തിനാ ഇപ്പൊ എന്നെ കമ്പിയടിച്ച് വരുത്തിയത്? പറയാൻ ഒരുപാടുണ്ട്. ഇന്ന് സന്തോഷമുള്ള ഒരു ദിവസമാണ്. വളരെ പ്രമാദമായ ഒരു കേസിൽ എന്റെ കക്ഷി ജയിച്ചു. ജയിച്ചവൻ കയ്യാമം വെച്ച് പോലീസ് ജീപ്പ് കയറി പോകുന്നത് ഞാൻ കണ്ടു. എന്നെ വിളിപ്പിച്ച കാര്യം പറ. ആ, നീ ഇന്ന് വന്നതല്ലേ ഉള്ളൂ. നമുക്ക് സ്വൈര്യമായി എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം. വാ. അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ ചിട്ടി കമ്പനിയും ഫൈനാൻസിങ്ങും തുടങ്ങി. അതിൽ നിന്ന് പണമെടുത്ത് അച്ഛൻ പല ബിസിനസ് നടത്തി നാശ കോടാലിയാക്കി. അവസാനം ചിട്ടി കമ്പനി പൊളിച്ച് എന്നെ കള്ളനാക്കി. തടി കേടാവെന്ന് കരുതിയാണ് രായ്ക്കരാമാനം കള്ളവണ്ടി കയറി ഞാൻ ബോംബെ പോയത്. അച്ഛൻ വക്കീല്, മാന്യൻ. അച്ഛൻ അറിയോ, ആളറിയാതിരിക്കാൻ കുറെ കാലം ഞാൻ ബോംബെയിൽ താടി വെച്ചാണ് നടന്നത്. ആഹാ, താടി എന്ന് വെച്ചാ വെപ്പ് താടിയോ ഒറിജിനലോ? വെപ്പ് താടി ഒറിജിനൽ വെക്കാൻ താടി രോമം വളരണ്ടേ? എന്റെ ദിനകര, ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ നിന്നെ ഞാൻ അറിയിച്ചില്ലെന്നേ ഉള്ളൂ. നിന്റെ കമ്പനിയിൽ ഡെപ്പോസിറ്റ് ചെയ്തവന്മാര് വെട്ടുകത്തിയെടുത്തോണ്ട് വീട്ടിൽ വന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ അവസാന കൈക്ക് സഹായിക്കാൻ ഈ മോഹൻദാസ് ഉണ്ടായിരുന്നു. സത്യം പറയാലോ, ഇപ്പൊ ജീവിതം ഒരു വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുക. തലയ്ക്ക് മീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി എന്നൊരു പാട്ടുണ്ടല്ലോ. അതുപോലെയാ ഇപ്പൊ എന്റെ അവസ്ഥ. ഒരാള് മദ്ദളത്തോടാ ഇതൊക്കെ പറയുന്നത്. ഒരലിന്റെയും മദ്ദളത്തിന്റെയും സ്ഥിതി മെച്ചപ്പെടാനുള്ള വഴിയല്ലേ ഞാൻ പറഞ്ഞത്. പ്രശ്നമതല്ല. എന്റെ മകനാണ് നീ എന്നറിഞ്ഞാൽ കുട്ടികൾ ആ നിമിഷം നിന്നെ കെട്ടൗട്ടടിക്കും. കാരണം ചിട്ടിക്കമ്പനി പൊളിഞ്ഞപ്പോ ആ വാർത്തയൊക്കെ പത്രത്തിൽ വന്നതല്ലേ. നിന്നെ അവര് കണ്ടിട്ടില്ലെങ്കിലും എന്റെ മകൻ ഒരു കള്ളനാണ് എന്നവര് കേട്ടിട്ടുണ്ട്. അങ്ങനെ അച്ഛൻ അവരോട് പറഞ്ഞു കാണും. ആ, എന്റെ നിലനിൽപ്പിന് വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി സ്വന്തം മകന്റെ മുഖത്ത് തന്നെ കരിവാരി തേക്കണം അല്ലേ? ഏതായാലും കരിയായി. അപ്പൊ ആ കരി ഒരു മുഖത്ത് മാത്രം തേച്ചാ മതിയല്ലോ എന്ന് ഞാനും കരുതി. നല്ല അച്ഛൻ. നല്ല അച്ഛനാവാൻ നീ എനിക്കൊരു അവസരം താ ദിനകര. പണമില്ലാതെ ഇങ്ങനെ വെറും പിണങ്ങളായി കഴിയുന്നതിലും ഭേദമല്ലേ ഇത് മോനെ. ഇത് സക്സസ് ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം കുട്ടികൾ 4 എണ്ണത്തിനും എന്നെ അത്രയ്ക്ക് വിശ്വാസമാ.
നല്ല സുഖം. വാ, ഇവിടെ കിടന്നോ. ദേ, ഞാൻ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ പിന്നെ തിരിച്ചെടുക്കാൻ പാടാ. അന്ന് തൊട്ട് ഇതിനകത്ത് കയറി കിടക്കുക. അങ്ങോട്ടും എഴുന്നേക്കാൻ. ആ പെണ്ണ് ചെമ്മീൻ കമ്പനിയിലോട്ട് പോവാന്ന് പറയുന്നത് കേട്ടു. കൂടെ ചെല്ലുന്നെങ്കിൽ ചെല്ല്. എന്നിട്ട് അവിടുത്തെ വരവെത്ര, ചെലവെത്ര, കയറ്റുമതി എങ്ങനെ, ഇറക്കുമതി എങ്ങനെ എല്ലാം ഒന്ന് ചോദിച്ചു മനസ്സിലാക്ക്. നിങ്ങളാണ് ഇനി എല്ലാത്തിന്റെ മേലധികാരി എന്ന് ജോലിക്കാർക്കും ഒന്ന് തോന്നട്ടെ. ദേ, എല്ലാത്തിനും ഒന്ന് വെരിട്ടി വിട്ടേക്ക്. ഓക്കെ, നല്ല തെറി വിളിക്കാം. എന്റെ സങ്കടം അതല്ല എന്റെ ദൈവമേ. പിന്നെ നിന്റെ സങ്കടം എന്താ? നിങ്ങൾക്ക് അല്പമെങ്കിലും ബുദ്ധിയും വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കിടന്ന് വലിച്ചു കൂടായിരുന്നോ മനുഷ്യ? മതി, നിർത്ത്. ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. ഛെ, എന്റെ ഈശ്വര, ഒരു തുണി എടുത്തു കൊടുത്തൂടെ മനുഷ്യ? കുഞ്ഞുസേട്ടാ പോവാം. ഇന്ന് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് അവ ഉണ്ടാവാൻ പോകുന്നത്? എന്തേ? ഫാക്ടറി ചെന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ പുന്നൂസേട്ടാ? ആകെ ഒരു ടെൻഷനാ. ആ സ്ഥിരപ്പെടുത്താത്തവന്റെ പേരെന്താ? എന്താ? പാത്രസാരഥ്യോ? പാത്രസാരഥിയല്ല, പാർത്ഥസാരഥി. എന്നെ കണ്ടാവും ബഹളം ഉണ്ടാക്കും. അവനെ ഞാൻ നോക്കിക്കോളാം. ആഹാ, നിർത്ത് നിർത്ത്. നിക്കുമോളെ. മോള് കുറച്ചങ്ങനെ നീങ്ങുന്നേ. എവിടേക്കാ? നിങ്ങൾ എങ്ങോട്ടാ? ഞങ്ങള് തീരുമാനിച്ചില്ല. നിങ്ങൾ എവിടേക്കാണ് തീരുമാനിച്ച അവിടേക്ക് എന്നെ ഞാനും. ആ. മോളെ കുറച്ചങ്ങനെ നീങ്ങിയിരുന്നേ. എടോ, വണ്ടിന്റെ ഉള്ളിൽ തുടച്ചിട്ടുണ്ടോ? ഇല്ല. അയ്യേ, ഷർട്ട് മുഴുവൻ ചീത്തയാവും. കൈ ടവല് വിരിച്ചിരുന്നു. ഓ. നല്ലോണം കാണത്തക്ക രീതിക്ക് ഇരിക്കട്ടോ. ഓ. മക്കളെ ഇച്ചിരി അങ്ങോട്ട് നീങ്ങിയിരുന്നേ, അമ്മാവനോട് ഇരിക്കട്ടെ. ശാന്ത, നീ ഇതിൽ കയറണ്ട. ഞാൻ വന്നാൽ എങ്ങനെയാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? ഓ. എടോ ഡ്രൈവറെ, വണ്ടി സൂക്ഷിച്ചോടിക്കണം. വീരമൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലുണ്ടല്ലോ. മക്കളെ എല്ലാം അമ്മാവനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശാന്തേ, ബായ്. ആരാ മീര ഇത്? അത് ഞാനൊരു നിമിഷ കവിയാണ്. എങ്കിൽ ഈ നിമിഷം തന്നെ എഴുന്നേക്കണം. യാതൊരു മാനസില്ലാതെ കയറി വരിക, ഇരിക്കുക. മീരെ, ഞാൻ ദുർബലനാണ് സ്നേഹത്തിന്റെ കാര്യം വരുമ്പോ മാത്രം. അല്ലാത്തപ്പോ ഞാൻ വെറും തൊട്ടിയാണ്. അത് വന്ന വരവിൽ തന്നെ മനസ്സിലായി. എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? പ്ലീസ് മിസ്റ്റർ ബാബുരാജ്, ഇങ്ങോട്ട് വരൂ. നിങ്ങൾക്ക് എന്ത് വേണം? എനിക്ക് വലുത് മോഹൻ സാറാണ്. അദ്ദേഹത്തിന് കൊടുത്ത വാക്കാണ്. ആ വാക്ക് എനിക്ക് പാലിക്കണം. എനിക്ക് ഹൃദയം തുറന്നൊന്ന് സംസാരിക്കണം. ഹൃദയം തുറക്കാനൊന്നും ഇപ്പൊ പറ്റില്ല. പിന്നെ എപ്പോ പറ്റും? വീട്ടിലും ആൾക്കാരുടെ ശല്യം. പിന്നെ എന്റെ നിമിഷ കവിതയെ പറ്റി ഒന്നും പറഞ്ഞില്ല. പ്ലീസ്, പിന്നെ സംസാരിക്കാം. എപ്പോ? ഒരു കാര്യം ചെയ്യാം. എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം രാത്രി വീട്ടിൽ ആ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തേക്ക് ഒന്ന് വരുമോ? അത് പറ്റില്ലെങ്കിൽ ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സംസാരിക്കാം. വേണ്ട, ഞാൻ വരാം. ഉറക്കത്തെ ഒന്നൊരു കുറവുമില്ല. മോണെന്തിനാ കരയുന്നത്? പാലോ മറ്റോ വേണോ എന്തോ. അല്ല കുഞ്ഞമ്മേ, മഞ്ജുവിന്റെ ബാവ നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ വീണു തോന്നുന്നു. അതാ. അയ്യോ, ആണോ മോളെ? കുഞ്ഞമ്മേ, ഒന്ന് പോയി എടുത്തോണ്ട് വാ, അല്ലെങ്കിൽ ഇവള് കരച്ചിൽ നിർത്തില്ല. ഓ, അതിനെന്താ, ഞാൻ എടുത്തിട്ട് വരാലോ. ആ കുഞ്ഞമ്മേ, പുറത്ത് നല്ല മഞ്ഞുണ്ട്. ഇത് തലവഴി മൂടിക്കോ. തണുപ്പ് കാലല്ലോ ഇത്. തണുപ്പില്ല, പക്ഷെ ഭയങ്കര മഞ്ഞാണ്. ഈ മഞ്ഞ് തലയിലോ ദേഹത്തോ വീണ ആ നിമിഷം കടന്നു പോവും. അങ്ങനൊരു മഞ്ഞു. എന്തായി? സംഗതി കുളമായി. എന്ത്? കുളത്തിൽ വീണു കുളമായി. ആ മോളെന്ന് പറഞ്ഞേ. ആ ആ ആ ആ എന്നാ പോട്ടെ, എന്നാ പോട്ടെ, 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 പോട്ടെ. മോൾ ആനയെ കണ്ടിട്ടില്ലേ? ആ, എത്രയും വലിപ്പമുണ്ട് ആനയ്ക്ക്? വലിയത്. ആ, ഇനി പറഞ്ഞേ. ആന. ആ ആന. ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചതാ അങ്കിൾ, അവൾക്ക് മിണ്ടാൻ പറ്റുന്നില്ല. മെന്റൽ ഷോക്കാണത്രേ. ഒരു ട്രീറ്റ്മെന്റും ഫലിക്കുന്നില്ല. അതൊക്കെ പണ്ടല്ലേ. ഇപ്പൊ മുത്തച്ഛൻ വന്നില്ലേ? മഞ്ജു മോള് മുത്തച്ഛനെ നോക്കി മുത്തച്ഛാന്ന് വിളിക്കും അല്ലേ? അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ വേണ്ട. അമ്മ പറഞ്ഞേ. അമ്മ. ആ വേണ്ട, 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 വേണ്ട. മുത്തച്ഛൻ എല്ലാവർക്കും വേണ്ടി ഒരു കഥ പറയാം കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം. നേരിട്ട് സംസാരിച്ച് ഇംപ്രസ് ചെയ്യാൻ നീ പോരാ. ഹൃദയദ്രവീകരണ ശക്തിയുള്ള കത്തെഴുതി അവർക്ക് കൊടുക്കാം. അതെന്ത് കത്താണ്? ഞാനെഴുതി തരാം.
അപ്പൊ അച്ഛൻ എല്ലാ പരിപാടിയും അറിയാല്ലേ? ഞാനൊരു വക്കീലല്ലേ ദിനകര? എന്ത് വക്കീല്? ആ അതുകളാ, ഞാൻ എഴുതി തന്നാൽ അത് കൊടുക്കുന്ന കാര്യം നീ ഏറ്റവും. ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറുക തന്നെ. പെണ്ണ് വരുമ്പോ കൈ കഴുകാനെന്നുള്ള വ്യാജേന ഞാൻ മാറിക്കൊള്ളാം. ആ തക്കത്തിൽ കൊടുത്തേക്കണം. ആ. വരുന്നുണ്ടെന്ന് തോന്നുന്നു. കെട്ടടി കെട്ടടി. ആ മോള് വരൂ. അങ്കിള് കഴിച്ചോളൂ. കുഞ്ഞമ്മേ, എന്തോ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്റെ റൂമിലേക്ക് കൊണ്ടുവന്നോളൂ. ആ ഇനി ഒന്നും നോക്കാനില്ല. കത്ത് ദോശക്കടയിലേക്ക് കയറ്റിക്കോ. കത്ത് ദോശക്കടയിലേക്ക് കയറ്റിക്കോ. ദോശ മീനൊക്കെയായിരിക്കുമല്ലേ? അയ്യോ അയ്യോ, എന്റെ മോള് വീണോ? പോട്ടെ പോട്ടെ പോട്ടെ. വാ. കരയണ്ട കേട്ടോ, കരയണ്ട. ചേച്ചി ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇതാരാ ഇവിടെ കൊണ്ടുവച്ചേ? ഓ, നമ്മൾ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ഇഷ്ടമല്ലായിരിക്കും. വിശന്നിട്ട് ഞാനിതൊന്ന് കഴിക്കട്ടെ. ഇതൊക്കെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നിങ്ങൾ കഴിച്ചില്ലേ? കഴിച്ചെന്ന് വരുത്തി. ആ വേലക്കാരി തള്ളയുടെ മോന്ത കാണുമ്പോ വയറ് നിറച്ച് കഴിക്കാൻ തോന്നുന്നില്ല. ഇതും കൂടി ഞാൻ കഴിക്കട്ടെ. വേണ്ട വേണ്ട, ഇത് തൊടണ്ട. എനിക്കുള്ളത് ആരോ കോണിപ്പടിയെ കൊണ്ട് വെച്ചിട്ട് പോയതാ. അടുക്കളയിലോട്ട് ചെല്ലണ്ടാന്നായിരിക്കും. എന്നാ കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുണ്ടോ? വെള്ളമൊക്കെ എടുത്തോണ്ട് തരാം, പക്ഷെ ഇത് തൊടരുത്. ഞാൻ ആകെ വിശന്നിരിക്കുക. ഞാൻ തൊടില്ല. സത്യം. എന്നാ നീ തുപ്പി വെച്ചിട്ട് പോക്കോ. തുപ്പൊന്നും വേണ്ട പൊന്നേ, എന്നാ വെച്ചാ? എനിക്ക് വിശ്വാസമല്ലേ. എടുക്കരുത്. ഇല്ലടി. അയ്യോ പാവം. ഞാൻ മൂടി വെച്ചിട്ട് പോവാ. ഓ ആയിരിക്കും. ഇതെന്താ ഇതിലൊരു എഴുത്ത്? എന്റെ ഓമ വിധി കേൾക്കാൻ കാത്തു നിൽക്കുന്ന ഒന്നാം പ്രതിയെ പോലെ എന്റെ ഹൃദയം പെരുമ്പറ കൊട്ടുകയാണ്. പറയൂ, വിധി പറയൂ. എന്നെ ഇഷ്ടമാണ് എന്നായിരിക്കണം ആ വിധി. ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ തളർന്നു പോവും. എനിക്കറിയാം, എന്റെ ഹൃദയേശ്വരിയും ഞാനുമായുള്ള ബന്ധത്തിനെതിരെ ശബ്ദമുയർത്താനും വാദങ്ങൾ ഉന്നയിക്കാനും തൽപര കക്ഷികൾ നിരവധി ഉണ്ടെന്ന്. ഈ കക്ഷികൾ നമ്മുടെ ശത്രുക്കളാണ്. അതുകൊണ്ട് ഭവതിയുടെ ഹൃദയമാകുന്ന സുപ്രീം കോർട്ടിൽ ഞാൻ സമർപ്പിക്കുകയാണ് ഈ പ്രേമഹർജി. എത്രയും പെട്ടെന്ന് നമ്മൾ ഒന്നായി തീരാൻ ദയവുണ്ടാവണം. പറയൂ, ഇനിയെങ്കിലും വിധി പറയൂ എന്ന് ഭവതിയുടെ പ്രേമഭിക്ഷന്തേ. രണ്ട് കാലമാടന്മാരും കൂടെ ഇരുന്ന് വെട്ടി വിഴുങ്ങ. ഇതെന്നു മുതൽ തുടങ്ങി? വളരെ കൊല്ലങ്ങളായോ? എന്താ ചോദിക്കുന്നത്? ഹൃദയമാകുന്ന സുപ്രീം കോർട്ടിൽ കിടന്നിട്ടുള്ള ഈ കളി തുടങ്ങിയിട്ട് എത്ര കാലമായെന്ന് ഞാൻ ചോദിച്ചത്. എന്റെ ഭഗവാനെ, പെട്ടെന്ന് ഈ മനുഷ്യന് വട്ടായി പോയോ? ഇനി ഒന്നു മാത്രം അറിഞ്ഞാൽ മതി. നീ പ്രസവിച്ചതും എന്റേതെന്ന് പറയപ്പെടുന്നതായ ആ രണ്ട് മക്കളുടെ യഥാർത്ഥ അച്ഛൻ ഞാൻ തന്നെയാണോടി. തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ. നിന്നെ കൊല്ലുടി. ഞാൻ പല വീട്ടിലും കേട്ടത്. എന്റെ വീട്ടിലാ എന്നെ തള്ളിയിടാ നീ. മാറിക്കണോ? അടിച്ചു മരിക്കണമെന്നല്ലേ റോഡോട് ഇറങ്ങിക്കോ. ഇതിനകത്ത് പറ്റത്തില്ല. എനിക്ക് മനസ്സിലാവാത്തത്. എടീ, നിന്റെ ഈ പ്രായത്തില് നിനക്കൊരുത്തം പ്രേമലേഖനം എഴുതണമെങ്കിൽ നീ എത്രയ്ക്കും ഭയങ്കരമായിരിക്കണ്ടേ. അവനെ നീ എങ്ങനെ വല വീശി പിടിച്ചടി. പ്രേമലേഖനോ? ഇതെന്തൊക്കെയായി പറയുന്നേ? അതേടി, ദോശ തുടരെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി അതിന്റെ അകത്ത് എന്തോ കളറുണ്ട്. ആ വിശ്വാസം എന്തിനാ കാണിച്ചാലേ ശിക്ഷയ്ക്ക് പരിധിയില്ല മകളെ. എനിക്കൊന്നും അറിഞ്ഞൂടെ എന്റെ മുത്തച്ഛ. നിനക്കൊന്നും അറിയില്ലല്ലേ? താ വന്നേ. സോറി, മുത്തച്ഛൻ വന്നേ. ഞാനോ? എന്റെ കർത്താവ്. എന്റെ പുറത്തിരിക്ക. ഇതെന്തു മാറണം? എന്റെ മാതാവേ, മിണ്ടരുത്. മനസ്സിലായി. എന്ത് മനസ്സിലായി?
ഇത് എഴുതിയത് ആരാണെന്ന് മനസ്സിലായി. ഓ എങ്കിൽ പറഞ്ഞതാ, ഞാൻ ഇപ്പൊ തന്നെ പോയി അവന്റെ കഥ കഴിക്കും. കഥയൊന്നും കഴിക്കണ്ട, നിർബന്ധമാണ് രണ്ട് ഇടി കൊടുത്തരും. ഓക്കെ, ആരാ? ഇതൊരു വക്കീൽ എഴുതിയ പ്രേമലേഖനമാ. വിധിയും കോട്ടും ഒക്കെ കണ്ടില്ലേ? ഉവ്വ്, ഏത് വക്കീൽ? പുറത്തുനിന്നൊരു വക്കീൽ തന്റെ ഭാര്യയ്ക്ക് കത്തെഴുതുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്ന് വെച്ചാൽ? ഓ അത് ശരി, അവൻ. എടാ വക്കീലേ, ആരാ ഇവിടുത്തെ പ്രേമ ശിക്ഷാന്റെ? നിന്റെ പ്രേമഹർജി എന്റെ ഭാര്യയുടെ അടുത്താ? അയ്യോ, അതൊക്കെ അവരുടെ കയ്യിലെത്തി. അപ്പൊ നീ തന്നെയാണ് നിന്റെ അടല്ലേ? നിനക്ക് എന്നെ മനസ്സിലായില്ല. എന്താണ്? അയ്യോ എന്റെ അമ്മോ, അടിച്ച കൈ ഓടിക്കച്ച. അല്ല വക്കീൽ സാറേ, എന്റെ അമ്മോ, അയ്യോ. നല്ല വേദനയുണ്ടോ? നല്ല സുഖമുണ്ട്. കാള പറ്റുമെന്ന് കേട്ടപ്പോഴത്തേക്കും നിങ്ങൾ എന്തിനാ കയറെടുക്കാൻ ഓടിയത്? യൂണിഫോം ഇല്ലാത്തപ്പോ ഏത് കൊച്ചുകുട്ടിക്കും നിങ്ങളെ തല്ലി താഴ്ത്തിടാൻ പറ്റുമെന്ന് ആലോചിക്കാത്ത എന്താ? ഞാൻ എന്തു കുറ്റം ചെയ്തിട്ടാ നിരപരാധിയായി എന്നെ നിങ്ങൾ തല്ലിയത്? നിരപരാധികളെ തല്ലുന്നത് നിങ്ങൾ പോലീസുകാരൊരു പതിവാക്കി എടുത്തിരിക്കുകയാണോ? ശാന്ത, എന്റെ വലത് കൈ എനിക്ക് ഇപ്പോഴും പൊക്കാം. ആ ഇതാ കുഴപ്പം. ആ പൊണ്ണത്തടിയും ഗോതമ്പ് ദോശയ്ക്കടിയിൽ ഒരു കത്ത് വെച്ച ഉടനെ ഞാനങ്ങ് മയങ്ങി പോകുന്നു നിങ്ങൾ കരുതിയോ? സത്യം പറ, വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ നീ അവനെ പ്രോത്സാഹിപ്പിച്ചോ? ദേ, യേശുക്രിസ്തു ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എന്താണെന്നറിയോ? ഭാര്യയെ അവിശ്വസിക്കുന്നവൻ ചൊറി പിടിച്ച് ചാവുന്ന. എന്നാ നീ എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യ്, അവനിലേക്ക് നിന്റെ മനസ്സ് ചാഞ്ഞിട്ടില്ലാന്ന്. ആ മണ്ടം വക്കീലിലേക്കല്ല, മമ്മൂട്ടിയോടോ മോഹൻലാലിനോടോ പോലും എന്റെ മനസ്സ് ചാഞ്ഞിട്ടില്ല. ഇനി ചായവേ ഇല്ല. നാളെ 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 കഴിഞ്ഞ് മറ്റന്നാൾ, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ മണിക്കൂറുകൾ മാത്രം എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ ടിക്കറ്റുകൾ 25 ലക്ഷവും മാരുതി കാർ. 10 ലക്ഷം ഏതാ? ഇത് കർണാടക ദസറ ബമ്പർ. കേരളം 25 ലക്ഷം. തമിഴ്നാട് പൊങ്കൽ ബമ്പർ. നാളെ 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 കഴിഞ്ഞ് മറ്റന്നാൾ, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നറുക്കെടുക്കുന്ന കേരളത്തിന്റെ ടിക്കറ്റുകൾ 25 ലക്ഷം ഒരു മാരുതി കാറും ഒന്നാം സമ്മാനമായി നൽകുന്നു. അങ്കമാലിയിലെ പാവപ്പെട്ട താറാവാൻ 25 ലക്ഷവും അംബാസഡർക്കാരും നേടിക്കൊടുത്ത അതേ ഏജൻസിയുടെ ടിക്കറ്റുകൾ. ഭാഗ്യദേവത നിങ്ങളെ മാടി മാടി വിളിക്കുകയാണ് സഹോദര. നിങ്ങൾക്കറിയില്ലല്ലോ, ഈ ഒരു പ്രശ്നത്തിന്റെ പേര് ഞാനും കുര്യച്ചനുമായിട്ട് ശരിക്കൊന്നും ഉരസിരിക്കുക. നിങ്ങൾ ഒരസി തീ ഉണ്ടാക്കുക, എന്ത് വേണേലും ചെയ്തു. അന്നേ ഞാൻ പറഞ്ഞാണല്ലോ നിങ്ങളുടെ ഫാക്ടറി ജോലിക്ക് എന്റെ ഡോഗ് വരുന്നു. ആ ഒരു തെറ്റ് പറ്റിയാതെ തിരുത്താൻ ശ്രമിക്കുന്ന ഒരു തെറ്റാണോ? നിങ്ങൾ തിരുത്തണ്ടെന്ന്. പാവപ്പെട്ടവർ നിങ്ങൾ ഇനിയും തല്ലി ചതയ്ക്കണം. സാറേ, സാറിന് ലോട്ടറി ടിക്കറ്റ് വല്ലതും വേണമെങ്കിൽ പറ. മിസോറാം ബമ്പറുണ്ട്, കർണാടകയുണ്ട്. ദസറ സ്പെഷ്യൽ ഇനി 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഏത് വേണമെങ്കിലും പറഞ്ഞോ. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ അമ്മ ഈ ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയുടെ കാര്യം അറിഞ്ഞിട്ടില്ലെന്ന്. ഇല്ല, അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഫാക്ടറി ജോലി തന്നെയാണെന്ന് അമ്മയുടെ വിചാരം. എംകോംകാരൻ മകന് ടിക്കറ്റ് വിൽപ്പനയാണെന്ന് അറിഞ്ഞാലേ അമ്മയ്ക്കത് ഭയങ്കര വിഷമാവും. അതുകൊണ്ട് അറിയിച്ചിട്ടില്ല. പാർത്ഥസാരഥിരമ്മേ, ആ എന്തിനാ അമ്മയെ വിളിക്കുന്നത്? ആ ടിക്കറ്റ് വിൽപ്പനയുടെ കാര്യം ഒന്ന് പറയാമെന്ന് വിചാരിച്ച. നിങ്ങൾക്ക് വല്ല ഭ്രാന്തുണ്ടോ? പെറ്റതലയുടെ മുമ്പിൽ സത്യം മറച്ചു വെക്കുന്നത് ശരിയല്ല. പാർത്ഥസാരഥിരമ്മേ, വളരെ കഷ്ടമാണ് നിങ്ങൾ ഈ ചെയ്യുന്നത്. ഇത് എന്റെ അമ്മയ്ക്ക് താങ്ങാനാവില്ലെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഇവിടെ നിന്ന് പോയി തരാമോ? ഞാനൊന്ന് പറഞ്ഞു തന്നെ പോയിക്കോളാം. ഓ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാൻ വേണമെങ്കിൽ. എടോ മനുഷ്യ, തന്നെ ഞാൻ വെറും തൊഴിലാളിയായിട്ടല്ല അങ്ങോട്ട് വിളിച്ചത്, അവിടുത്തെ അക്കൗണ്ടന്റ് ആയിട്ടാ. അപ്പൊ താനത് മൈൻഡ് ചെയ്തില്ല. വൈരാഗ്യബുദ്ധി തനിക്കാകാമെങ്കിലേ എനിക്കും കുറച്ചൊക്കെ ആകാം. പാർത്ഥസാ അതാ വരുന്നുണ്ട്. അമ്മാങ്ക അത് വന്ന് ലോട്ടറി ഫാക്ടറി അമ്മ ഫാക്ടറി. ഇവരുടെ കമ്പനിയിൽ എന്നെ പുതിയ അക്കൗണ്ടിനെ പുറപ്പെടலாம். அப்படியா? ரொம்ப சந்தோஷம். நீங்க நன்னா இருக்கணும். ഇല്ലമ്മ, ഞാൻ അതല്ല சொல்ல വന്ന്. അത് തന്നെ പറയാമെന്ന്. ഞാൻ അക്കൗണ്ടന്റായിട്ട് ചാർജ് എടുക്കണം, അത്രയല്ലേ ഉള്ളൂ. നാളെ തന്നെ പുതിയ പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു. ഉറപ്പാണോ? ഉറപ്പ്. ഇല്ലെങ്കിൽ ഞാൻ മറ്റേ മിസോറായ അടിപിടി എല്ലാം കൂടി ഇപ്പൊ അമ്മയുടെ ഇരിക്കാൻ പറയും. யாரடிச்சா? അപ്പൊ പിന്നെ അടിയും ഒന്നുമില്ല. ഇവരുടെ കമ്പനിയിൽ ആരോ അടിച്ച കാര്യം ചൊല്ലറ അമ്പർത്താൻ. ഇല്ലമ്മ, കമ്പനി അല്ല ഇവൻ. അത് തന്നെ. சொல்லட்டுமேடா. ഒന്നും ചൊല്ലണ്ട. നിങ്ങൾക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാനൊരു വാക്ക് പറഞ്ഞത് വാക്കാ. നിശ്ചയമാ சொல்றீங்களா? നിശ്ചയമാത്താൻ ചൊല്ലറ. അപ്പൊ നാളെ കാലത്ത് വന്ന് ജോയിൻ ചെയ്യുന്നു. ദിസ് ഈസ് മൈ റെസിഗ്നേഷൻ ലെറ്റർ. സ്വരം നന്നായിരിക്കുമ്പോഴേ പാട്ട് നിർത്തുക എന്ന് പറയുന്നത് വളരെ പഴയൊരു ചൊല്ലാണെങ്കിലും അതാണ് എന്റെ ആഗ്രഹം. അങ്കിൾ, എന്തായി പറയുന്നത്? പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങളെ ഡിസോൺ ചെയ്യാൻ ഞങ്ങൾ എന്ത് കുറ്റം ചെയ്തു? ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയില്ലല്ലോ. മീര മാത്രമല്ല ഇപ്പോ കമ്പനിയുടെ MD, ഒരുപാട് പേരാണ്. ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ഒരു സാധാരണ തൊഴിലാളി ഇപ്പോ കമ്പനിയുടെ അക്കൗണ്ടന്റ് ആണ് പോലും. അങ്കിൾ, അത് അയാളുടെ യഥാർത്ഥ സ്ഥിതി അറിഞ്ഞാൽ അറിഞ്ഞാലെന്താ? അയാൾ ചിലപ്പോ പട്ടിണിക്കാരനായിരിക്കും.
ഇവിടെ പട്ടിണിക്കാർ ധാരാളം ഉണ്ടല്ലോ. നമ്മുടെ ഈ ഒരു ഫാക്ടറിയിലെ വരുമാനം കൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പട്ടിണി മാറ്റാൻ പറ്റുമോ? അങ്ങനെയല്ല അങ്കിൾ, അയാള് നേരത്തെ അവിടെ, പിന്നെ അയാൾ ആശുപത്രിയിലായപ്പോ ആകപ്പാടെ ആ ഒരു ഗിൽറ്റി കോൺഷ്യസ് ഉണ്ട്. മനസ്സിലാവാഞ്ഞിട്ടല്ല, അയാളെ പിരിച്ചുവിടാൻ ഞാൻ പറയുകയില്ല. ഞാനില്ലേലും ഫാക്ടറി നടന്നോളും, അത്രേ ഉള്ളൂ. അങ്കിൾ പ്ലീസ്. പിരിഞ്ഞു പോകുന്നതിൽ നിങ്ങളെക്കാൾ വിഷമം എനിക്കുണ്ട്. പക്ഷേ ഇതെന്റെ ഫൈനൽ ഡിസിഷനാണ്. നാളെ മുതൽ ഞാൻ ഫാക്ടറിയിൽ വരില്ലെന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് എഫിഷ്യന്റായ ഒരാളെ കിട്ടുന്നത് വരെ, എന്ന് വെച്ചാൽ മാക്സിമം ഒരു 3 മാസം വരെ ഞാൻ നിൽക്കാം. അതിൽ കൂടുതൽ എന്തായാലും എന്നെ കൊണ്ട് വയ്യ. ഓ അവിടുന്ന് നിന്നേ. തന്നെ ഒന്ന് സൗകര്യത്തിന് കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എന്തിനാ? താൻ എന്ത് ധൈര്യത്തിലാണോ എനിക്ക് കത്തയച്ചത്? ഹൈക്കോടതിയിൽ കേസുണ്ട്, പോയിട്ട് വന്ന് സംസാരിക്കാം. ആ ഇവിടുന്ന് ഇറങ്ങിയാലല്ലേ താൻ ഹൈക്കോടതിയിൽ എത്തൂ. തെമ്മാടിത്തരം കാണിച്ചിട്ടാ ചോദിക്കാൻ വന്ന എന്റെ ഭർത്താവിനെ താൻ തല്ലി കൈയൊടിച്ചു. വക്കീല് നിന്നെ ഒരു പ്രേമലേഖനം വയസ്സുകാലത്ത് നീ എനിക്ക് നിന്നെ ഞാൻ കൊല്ലി ഞാൻ നിന്നെ നിന്നെ എഴുതരുത് ആർക്കും. നിന്റെ ഒരു അയ്യോ 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 കഥ തുറക്കാനാ പറഞ്ഞത്. അയ്യോ എടി ഭദ്രകാളി, നീ ഇത്രയും വലിയ മന്ത്രിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് പട്ടാപ്പകല് ഞാൻ അപ്പുറത്തുള്ളപ്പോ കാമുകനെ വിളിച്ച് അകത്ത് കയറ്റിയെങ്കിൽ ഞാനൊന്നും അറിഞ്ഞല്ലേ. എനിക്ക് മതി, എല്ലാം മനസ്സിലായി. ഓടാ പറയട്ടെ. എന്താ നീ വിചാരിച്ചേ? എന്നെ ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ ഞാൻ ഇന്ന് കയ്യോടിച്ചല്ലേ എന്താണ് എന്റെ കർത്താവെ, ഏതൊന്ന് കാഞ്ഞുന്നാ തോന്നണേ. ചിലപ്പോ 2 കാഞ്ഞിട്ടുണ്ടാവും. എന്റെ മാതാവേ, മിണ്ടരുത്. തൃപ്തിയായില്ലേ? താൻ എവിടുത്തെ മുത്തച്ഛനാടോ? ഒരു വീടിന്റെ നാഥനാവുമ്പോ എല്ലാവരിലും വേണം ഒരു കണ്ണ്. ഇവിടുത്തെ തോന്നിവാസികളെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ താൻ എവിടുത്തെ മത്തച്ഛനാടോ? താൻ ഇതിനെ അനുഭവിക്കണോ? നോക്കിക്കോ. എന്റെ കൈക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ തന്റെ കരണക്കുറ്റി അടിച്ച് ഞാൻ ഉത്സവപ്പുറമ്പാക്കിയാലേ. എന്നെ തല്ലി കൊന്നാലും വേണ്ടില്ല. നീ പോടി. സത്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. സത്യം ഞാൻ നേരിട്ട് മനസ്സിലാക്കടി. അയ്യോ നീ അവന്റെ കൂടെ പോയി പുറത്തോ. അയ്യോ അങ്ങനെ പറയല്ലേ. എടി വക്കീലിന്റെ കൂടെ പോയി പുറത്തോളാം. ദൈവദോഷം പറയരുത്. ദൈവദോഷം പറയണേ. അയ്യോ, ആ. ആ മോഹൻലാലിനെ കണ്ടളകില്ല, മമ്മൂട്ടിയെ കണ്ടളകില്ല. നിന്നെ എനിക്ക് മനസ്സിലായിടി. ആ ലോട്ടറി ടിക്കറ്റും വിറ്റ് കിടന്നപ്പോ മനസ്സിന് കുറച്ച് സമാധാനങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോ അതും പോയി. സാറേ, ഈ ഫാക്ടറിയുടെ അടുത്ത ആകെ ഇളകിയിരിക്കുക. ഓ അപ്പൊ ഈ കെട്ടിടം അത്രയ്ക്ക് പഴയതാണല്ലേ. ജോലി നടക്കുന്നതിനിടയ്ക്ക് ഇടിഞ്ഞു വീണ ആളിന് തട്ടിപ്പോവല്ലോ. ഏത് ഭാഗമാ ഇളകിയേ? സാർ പ്ലീസ്, ആ അടിത്തറ അല്ല ഈ അടിത്തറ. ഞാൻ ഉദ്ദേശിച്ചേ സാമ്പത്തിക അടിത്തറയാ. ബാങ്കിലാകെ കടം, കമ്പനി ഓടിയില്ല ഓടുന്നു. ഇതുപോലെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിലേക്ക് സാർ എന്തിനാ എന്നെ വലിച്ചു കയറ്റിയത്? തെളിച്ചു പറ. ബാലൻസ് ഷീറ്റ് ഒന്നും സാർ നോക്കാറില്ലേ? ലക്ഷക്കണക്കിന് രൂപയുടെ ഡെഫിസിറ്റ് ഉണ്ട്. ധാരാളം റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തായിട്ട് കണക്കിൽ കാണാം. പക്ഷെ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് എവിടെ? എക്സ്പോർട്ട് ചെയ്തോ? എങ്കിൽ അതിനുള്ള രേഖ എവിടെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പിന്നെ സാർ എന്ത് മേൽനോട്ട് അവിടെ നടത്തുന്നത്? വന്നേ കാണിച്ചു തരാം. വാ. മീര മോഹൻദാസിന് ഒരു രജിസ്റ്റേർഡ് ലെറ്റർ വന്നിട്ടുണ്ട്. മീര മോഹൻദാസ്. സാർ, ആ കുട്ടി വരുമ്പോ എന്നെ വെറുതെ പരിചയപ്പെടുത്തൊന്നും വേണ്ട സാർ. ഞാൻ വെറും ഒരു പോസ്റ്റ്മാൻ ആണല്ലോ. എന്ത് പരിചയപ്പെടുത്താൻ? മേ കമിൻ സർ? യെസ് സാർ, നമുക്ക് പിന്നീട് സംസാരിക്കാം. ഈ രജിസ്റ്റേർഡ് ലെറ്റർ ആയതുകൊണ്ട് നമ്മൾ സൈൻ ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കണമല്ലോ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ആ മേരിക്ക് ഒരു ലെറ്റർ ഉണ്ട്. എവിടെ സൈൻ ചെയ്യണം? സൈൻ ചെയ്ത് നിർബന്ധമില്ല.
ബാബുരാജ്. എഴുത്ത് കിട്ടി എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഈ സാഹസം ചെയ്തതാണ്. എനിക്ക് പറയാനുള്ളതെല്ലാം ഇതിലുണ്ട്. ദയവ് ചെയ്ത് വായിക്കൂ. എന്റെ ഹൃദയ രക്തത്തിൽ ചാലിച്ച് എഴുതിയ വാക്കുകളാണ് എല്ലാം. മിസ്റ്റർ, നിങ്ങൾക്ക് കത്തൊന്നുമില്ല. അടിയോടിയുടെ ഭാര്യയ്ക്ക് കിട്ടിയ കത്തിലെ അതേ കയ്യക്ഷരം തന്നെയാ ഇതിലും. ആണോ? അപ്പൊ അവൻ തലങ്ങും ബലങ്ങും ലവ് ലെറ്റർ എഴുതി വിടുകയാണോ? മുത്തച്ഛ, ഇവൻ അടിയല്ലാതെ വേറെ മരുന്നില്ല. വേറെ മരുന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അങ്കിളല്ലേ പറഞ്ഞത് ആ കത്തിൽ നിറച്ച് കോടതി ഭാഷയാണെന്ന്? ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ആ കത്ത് വക്കീല് പറഞ്ഞു കൊടുത്തിട്ട് ബാബുരാജ് എഴുതി. ഈ കത്ത് ബാബുരാജ് തനിച്ചെഴുതി. ഇതിൽ കോടതി ഭാഷയില്ല. വക്കീൽ അങ്കിളിന് ഇതിലെന്താ ഇത്ര ഇൻട്രസ്റ്റ്? അയാളെ മൊത്തം കുഴപ്പമാ. ഹൈക്കോടതി സുപ്രീം കോടതിയിൽ ഒന്നും അയക്ക് ഒരു കേസും ഇല്ല. ഇതുപോലുള്ള ചൂഷണം തട്ടിപ്പാ മെയിൻ ജോലി. എത്രയും പെട്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിത്താ അങ്കിൾ. സമാനിക്ക് ആലോചിക്കട്ടെ. ക്ലാര ചേച്ചിക്ക് നോവല് വായിക്കാൻ ഇഷ്ടമാണല്ലേ? ആരാ പറഞ്ഞേ? പറഞ്ഞത് ആരെങ്കിലും ആവട്ടെ. ഇഷ്ടമാണോ? അതെ. കണ്ടോ, അപ്പൊ ഞങ്ങളെക്കാൾ കൂടുതൽ അങ്ങേര് ചേച്ചി ശ്രദ്ധിച്ചിരിക്കുന്നു. ആര്? ബാബു അങ്കിൾ. അയാളെന്ത് പറഞ്ഞു? എന്തു പറയാൻ, എപ്പ കണ്ടാലും ക്ലാര ചേച്ചിയെ പറ്റി ചോദിക്കാനേ നേരമുള്ളൂ. ക്ലാര ചേച്ചി ഉണർന്നോ, പള്ളിയിൽ പോയോ, ഊണ് കഴിച്ചോ? അല്ല, എന്താ അതിന്റെ അർത്ഥം? അയ്യോ, എനിക്ക് തോന്നിയിട്ടില്ലല്ലോ പുള്ളിക്കാരൻ എന്നെ ശ്രദ്ധിക്കാറുണ്ടെന്ന്. ആരെങ്കിലും കണ്ടാലോന്ന് പേടിച്ചിട്ടായിരിക്കും. ഇപ്പൊ എന്നെ വിളിച്ചിട്ട് പറയാ ഈ വീക്കിലി ആരെയും കാണാതെ ചേച്ചിക്ക് കൊടുക്കണോന്ന്. ഇതിലൊരു ബെസ്റ്റ് നോവൽ ഉണ്ടത്രേ ചേച്ചിക്ക് വായിക്കാൻ. ആ മുത്തച്ഛൻ. എന്റെ പ്രിയപ്പെട്ടവളെ, അരുത്, കളയരുത്, മുഴുവനും വായിക്കൂ. ഞാൻ ആദ്യം അയച്ച കത്ത് മേൽവിലാസം തെറ്റി പല അപകടങ്ങളും ഉണ്ടായി. അതിലെ വരികൾ ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല. ഒന്ന് മാത്രം ഞാൻ വെളിപ്പെടുത്തുന്നു: യഥാർത്ഥ സ്നേഹബന്ധത്തെ തോൽപ്പിക്കാൻ ഈ നാട്ടിലെ പോലീസിനോ ഭരണകൂടത്തിനോ കഴിയുകയില്ല. ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നത് കുട്ടിയുടെ ഈ മാതൃരാജ്യം ഇന്ത്യ ആയതുകൊണ്ടാണ്. കൂടുതൽ എഴുതാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഒരേ ഒരു അപേക്ഷ മാത്രം: എന്നെ അല്പമെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ എല്ലാം തുറന്നു സംസാരിക്കാൻ ഇന്ന് രാത്രിയിൽ തന്നെ ഒരു അവസരം ഉണ്ടാക്കും. സ്വന്തം ബാബുവേട്ടൻ. എന്താ ഇത്? അരി. അതെനിക്ക് മനസ്സിലായി. അരി കഴിയാതെയാണ് അടുപ്പത്തിരുന്നത്. ഞാൻ കരുതിയത് പോയി കഴിയിട്ടു അടി. ഞാനിവിടെ അരിഞ്ഞു വെച്ച ഉള്ളിയോ? ഉള്ളി? അയ്യോ, അത് ഞാൻ അറിയാതെ എടുത്ത് മിക്സിയിലിട്ടു. മൂപ്പിക്കാൻ വെച്ച ഉള്ളി എടുത്ത് മിക്സിയിലിടേ. നിനക്കെന്താ വല്ല ഭ്രാന്ത് പിടിച്ചാ? കൊണ്ടാടി, പോടി പോടി. നീ ഇനി അടുക്കള കടന്നു പോവരുത്. താങ്ക് യു അമ്മച്ചി. നോവല് വായിച്ചു, മുഴുവനും വായിച്ചു. നല്ല ഇനം ചെമ്പുപാത്രങ്ങൾക്ക് മുസലിയാർ പാത്രക്കട. എനിക്കതിനെ ചെമ്പുപാത്രം. എഴുത്ത് കിട്ടി. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അടുക്കള ജനാലക്കൽ വരുമോ? സംസാരിക്കാം. ഒരു പെൺകുട്ടിയുടെ ചിരി കേട്ടല്ലോ ഇവിടെ. നീര വീണച്ചാ. അയ്യോ, വീണോ? എന്നിട്ട് എന്തെങ്കിലും പറ്റിയ കുട്ടിക്ക്? എന്റെ എഴുത്തിൽ അവൾ വീണെന്നാ ഞാൻ പറഞ്ഞത്. ആഹാ. ഇതാ നോക്ക്. എങ്ങനെ? ഇനിയെല്ലാം വെടിയും തീയും പോലെ സംഭവിക്കും. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അടുക്കള ജനാലക്കൽ. എന്തിനാണാവോ സംസാരത്തിന് അടുക്കള ജനാല തിരഞ്ഞെടുത്തത്? എടാ മണ്ട, അവളുടെ മുറിയിലാകുമ്പോ മറ്റു പിള്ളേർ അറിയില്ലേ? എനിക്ക് തോന്നുന്നത് കുഞ്ഞമ്മയുടെ സപ്പോർട്ട് ഉണ്ടാവും ഈ പരിപാടിക്കെന്ന. വലിയ വീട്ടിലെ പെൺപിള്ളേരുടെ പ്രേമത്തിന് എപ്പോഴും ഒത്താശ ചെയ്ത് കൊടുക്കുന്നത് അവിടുത്തെ വേലക്കാരികളായിരിക്കും. ഓഹോ,
ഓ എത്രയും പെട്ടെന്ന് രാത്രിയായ മതിയായിരുന്നു. ബേ. ബേ. എനിക്ക് പേടിയാവുന്നു. ഇത് ഞാനല്ലേ, ബാബുവേട്ടനല്ലേ? ആദ്യം പൂച്ച കരഞ്ഞതും ബാബുവേട്ടനായിരുന്നോ? അതെ, ആട് കരഞ്ഞതും പട്ടി കുരച്ചതും ഒക്കെ ഞാൻ തന്നെയാ. എനിക്ക് 20 മൃഗങ്ങളുടെയും 19 പക്ഷികളുടെയും ശബ്ദം ഉണ്ടാക്കാൻ അറിയാം. അപ്പൊ ആള് ഭയങ്കര മിമിക്രിക്കാരനാണല്ലോ. മിമിക്രി ഇഷ്ടാണോ? പിന്നെ ഭയങ്കര ഇഷ്ടാ. എന്റെ ഭാഗ്യം. എങ്കിൽ ദിവസത്തിൽ 24 മണിക്കൂറും ഞാൻ കുട്ടിയുടെ മുമ്പിൽ മിമിക്രി കാണിക്കും. അതിരിക്കട്ടെ, ഇതെന്താ എന്നോട് അടുക്കള ഭാഗത്ത് വരാൻ പറഞ്ഞത്? ഞാനൊന്നും അടുക്കളയിലല്ലേ കിടക്കാറ്. ഓ, അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ പോലും അറിയാതെ എന്നെ ഇങ്ങനെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടെന്ന കാര്യം എനിക്കും അറിയില്ലായിരുന്നു. ആദ്യം ഒരു കത്തയച്ചിരുന്നു. അത് മേൽവിലാസം തെറ്റി. അത് ഒരു കണക്കിന് നന്നായി. സത്യം പറ, എന്നെ ഇഷ്ടമാണ്. എന്തൊരു ചോദ്യം അത്. ഇഷ്ടമില്ലെങ്കിൽ വരാൻ പറയൂ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നോട് ഇത്ര പെട്ടെന്ന് അടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. ബാബുവിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം ഞാൻ അത്ര വലിയ ആളാണോ? പ്രായത്തിന്റെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. എന്ത് പ്രായം? ബാബുവിന് എത്ര വയസ്സായി? 33. അല്ലല്ല, 29. അത്രയല്ലേ ഉള്ളൂ. എനിക്ക് 22 ആയി. 22? ഞാൻ വിശ്വസിക്കില്ല. സത്യമായിട്ട് 22 ആയി. 18 ആയതേ ഉള്ളൂ എന്നാണല്ലോ. കൃത്യനിഷ്ഠയുള്ള ജീവിതം ആയതുകൊണ്ട് വയസ്സ് കുറവേ തോന്നും. അതാ. എന്തായി? ആകെ കുളമായി. പിന്നെ കുളത്തിൽ വീണോ? ഇതിലും ഭേദം കുളത്തിൽ വീഴുന്നതായിരുന്നു. ഈ പ്രായത്തിൽ ഇങ്ങനെ തുടങ്ങിയ ഇത് എവിടെ ചെന്ന് അവസാനിക്കാനാ? ഹോംവർക്ക് ചെയ്യില്ല, കാലത്ത് വരുന്നത് മിക്കപ്പോഴും ലേറ്റ് ആയിട്ടാണ്. സാറിന്റെ പേരെന്താ പറഞ്ഞത്? പേര് ചോദിച്ചില്ലായിരുന്നു. മേനോൻ, കരുണാകര മേനോൻ. മിസ്റ്റർ മേനോൻ, ഒന്നുകിൽ ഇവിടുന്ന് ഇവന്റെ TC വാങ്ങി പോവുക, അല്ലെങ്കിൽ വീട്ടിൽ നല്ല ഗൈഡൻസ് കൊടുക്കുക. ഫാദറെ, ഇവനെ ഇവിടുത്തെ ബോർഡിങ്ങിലാക്കിയാലോ? അതാലോചിക്കാവുന്നതാണ്. I didn't like it. അത് നീയാണോ തീരുമാനിക്കുന്നത്? ബോർഡിങ്ങിലാകുമ്പോൾ ഒരു നിയന്ത്രണമൊക്കെ ഉണ്ടാകുമല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ വേണ്ട ശിക്ഷ കൊടുക്കാൻ ഫാദർ ഏർപ്പാട് ചെയ്താൽ മതി. ഇവരെ തോന്നിയാസമൊക്കെ മുളയിലെ നുള്ളിയില്ലെങ്കിൽ അത് പ്രശ്നമോ? ഓക്കെ, നിങ്ങൾ ഓഫീസിലേക്ക് ഒന്ന് വരൂ. ഇനി എന്താ നിങ്ങക്ക് വേണ്ടത്? ഞാൻ മരിക്കുന്ന കൂടി കാണണോ? എനിക്ക് ക്ലാരയോട് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും സംസാരിക്കാനില്ല. ക്ലാര ഒന്നും സംസാരിക്കണ്ട. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സന്മനസ് കാണിച്ചാൽ മാത്രം മതി. എനിക്ക് പോണം. എനിക്കും പോണം. പോണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ക്ലാരെ, എല്ലാം ഒരു തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിച്ചതാണ്. തെറ്റിദ്ധരിച്ചത് ഞാനാ. അമ്മച്ചി പറഞ്ഞപ്പോഴാ ആ തെറ്റിദ്ധാരണ മാറിയത്. അമ്മച്ചി എന്ത് പറഞ്ഞു? നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നെന്ന് പറഞ്ഞു. ഞാൻ അത് ഒന്നും ഉദ്ദേശിച്ചില്ല. എനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയി. അതെ, ആള് തെറ്റിപ്പോയതാണ് ആകെ പ്രശ്നമായത്. നിങ്ങളൊക്കെ വലിയ വലിയ ആളുകള്. ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ മനസ്സിലിട്ട് കുത്താനും മുറിവേൽപ്പിക്കാനും നിങ്ങൾക്കൊന്നും ഒരു മടിയുമില്ല. എന്റെ കുട്ടി, ഞാൻ നിങ്ങളുടെ കുട്ടിയൊന്നുമല്ല. കുട്ടി ആരുടെ കുട്ടിയാണെന്ന് എനിക്കറിയണ്ട. ഞാനാ മണ്ടി. നിങ്ങളുടെ കത്തിലെ വാക്കുകളെല്ലാം ഞാൻ അതേപടി വിശ്വസിച്ചു. ഒരു അടുക്കളക്കാരിയുടെ മകളാണ് ഞാനെന്ന് ഓർമ്മിച്ചില്ല. ചേച്ചേ, കരയാതിരിക്കൂ, കരയാതിരിക്കൂ. നിങ്ങൾ എന്റെ മനസ്സ് നോവിച്ചു. അമ്മച്ചി എന്റെ മേലും നോവിച്ചു. ഇതുണ്ടോ, ചട്ടയും പഠിപ്പിച്ച് പൊള്ളിച്ചതാ. ഞാൻ കുട്ടിയും കുട്ടിയുടെ അമ്മച്ചും വിചാരിക്കുന്ന പോലെ അത്ര വൃത്തികെട്ടവനല്ല. നേര് പറ, എന്നെ ചതിക്കാനായിരുന്നില്ല ഇതൊക്കെ? നേര് പറഞ്ഞാൽ ചതിക്കപ്പെട്ടത് ഞാനാണ്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കാരണം കുട്ടി വേദനിക്കാനിടയായതിലാണ് എനിക്ക് വിഷമം. അടുക്കളക്കാരിയുടെ മോളാണെന്നുള്ള ആ ഒരു അപകർഷതാബോധത്തിന്റെ ആവശ്യമില്ല. വരൂ, എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി മാത്രം ഞാനെല്ലാം പറയും.